അമേരിക്കയിൽ പുതിയ മന്ത്രിസഭാ ചർച്ച ആരംഭിച്ചു. അതോടനുബന്ധിച്ച് നിലവിലെ ലോകത്ത് വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രബന്ധ അവതരണങ്ങളും നടന്നതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അമേരിക്ക എങ്ങനെ ഭാവിയിൽ നീങ്ങണം, ലോക രാജ്യങ്ങളിൽ ഇന്ന് അമേരിക്കയുടെ സമീപന നിലപാടുകൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ഏതൊക്കെ രാജ്യങ്ങൾ എതിർക്കുന്നുണ്ട്, കഴിഞ്ഞ 5 വർഷം അല്ലെ 10 വർഷത്തോളം അമേരിക്കയുടെ നയനിലപാടിനെ അംഗീകരിക്കപ്പെട്ട രാജ്യം ഏതൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന മൊത്തത്തിൽ ഇന്നത്തെ ലോക പരിതസ്ഥിതിയിൽ നടക്കുന്ന മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായ രീതിയിലുള്ള ഒരു ചർച്ച തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ഭരണാധികാരികളുടെ പ്രവർത്തനത്തിന് അപ്പുറമായ രീതിയിൽ ബിസിനസിന്റെ മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അയോൺ മസ്കുമായിട്ട് അയാൾക്ക് വലിയ ബന്ധമുണ്ട്. ഈ അയോൺ മസ്കുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇലക്ഷന്റെ അവസാന ഘട്ടത്തിൽ ഏകദേശം ട്രംപ് ജയിക്കുമെന്നായ സമയത്തുള്ള സാമ്പത്തിക വിഷയത്തിലൊക്കെ ഇടപെട്ടത് നമ്മുടെ ട്വിറ്ററിന്റെ ഉടമസ്ഥൻ, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ച വ്യക്തിയാണ് അയോൺ മസ്ക് എന്ന് പറയുന്നത്. 100 മില്യൺ യൂസേഴ്സ് എങ്കിലും ഒരു ദിവസം ട്വിറ്റർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. 340 മില്യൺ മെസ്സേജുകളെങ്കിലും ഒരു ദിവസം ഇതിലൂടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യഥാർത്ഥത്തിൽ ട്വിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് എക്സ് എന്നാണ്. അപ്പോൾ ഇതിലൂടെ ഉണ്ടാവുന്ന വരുമാനത്തിൻ്റെ കണക്കുകൾ ഒരു കൃത്യമായ രീതിയിൽ പ്രവചിക്കാൻ പോലും സാധിക്കാത്തത്രയാണ്. അയാളുമായിട്ടാണ് ട്രംപിന് വലിയ രീതിയിലുള്ള സൗഹൃദം. ഈ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇദ്ദേഹമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധപ്പെടലൊന്നും ഇല്ലായിരുന്നു, സൗഹൃദം നിലനിൽക്കുക എന്നല്ലാതെ. എന്നാൽ ആ സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ജോ ബൈഡൻ പിന്തുണക്കുന്ന പാർട്ടി വീണ്ടും അധികാരത്തിലേറും എന്ന് ഏറെക്കുറെയുള്ള എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. ഈ ഇലക്ഷന്റെ മധ്യഘട്ടത്തിലായ സമയത്ത് ഇതേ എക്സിറ്റ് പോളൊക്കെ നിലപാട് മാറ്റി പറഞ്ഞു. കാരണം ഈ ഭാഗത്ത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട, ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അമേരിക്കയുടെ നിലപാടുകൾ എതിർപ്പാണ് എന്നുള്ളതും അതോടനുബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ രാജ്യങ്ങളിൽ തന്നെ ഭരണാധികാരികൾക്കെതിരെ ഉണ്ടായിരിക്കുന്നു എന്നതിനാൽ ഏറെക്കുറെ ജോ ബൈഡന് പുറത്തു പോകാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പ്രവചിച്ചതോടുകൂടിയാണ് ട്രംപിന് സാധ്യത വർദ്ധിച്ചത്. 2 or 3 ക്രിമിനൽ കേസുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ട്രംപ്. അപ്പോൾ അതിന്റെ കേസുകൾ മാറ്റിവെക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു ഇടവേള വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു കോടതിയിൽ എന്നൊക്കെയാണ് അന്ന് പറയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അവിടെ സാമ്പത്തികപരമായിരിക്കുന്ന വലിയ മുതൽ മുടക്ക് അല്ലെങ്കിൽ ഇറക്കുമതി ആവശ്യമായി വന്ന സമയത്താണ് അയോൺ മസ്കുമായിട്ട് വലിയ സൗഹൃദ ബന്ധങ്ങൾ പിന്നീട് ഉണ്ടാക്കിയതിന് ശേഷം വലിയ ഇറക്കുമതി ചെയ്തു. അങ്ങനെ ട്രംപ് വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ട്രംപ് ഒരു വ്യവസായിയാണ്, മസ്ക് ഒരു വ്യവസായിയാണ്. വ്യവസായ മേഖല വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകാടിസ്ഥാനത്തിലുള്ള ഒരു തന്ത്രങ്ങൾ അവരുണ്ടാക്കിയിരിക്കുന്നു എന്നും ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും വലിയ രീതിയിലുള്ള മാനസിക പ്രയാസവും ഒരു സർക്കാരിനും അതേപോലെ തന്നെ ജനങ്ങൾക്കുണ്ടാവും. ജനങ്ങൾ എന്ന് വെച്ചാൽ ഭരിക്കപ്പെടുന്ന രാജ്യത്തിലെ ജനങ്ങൾ, അമേരിക്കയാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു നിലപാടിനോട് മസ്കിന് താല്പര്യമില്ല, ട്രംപിനും താല്പര്യമില്ല. അപ്പോൾ യുദ്ധം അവസാനിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത കൂടുതൽ ഉണ്ടാവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അത് ഏത് തരത്തിലാണ്, ഇറക്കുമതി കയറ്റുമതി ആണെങ്കിലും മറ്റ് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യമാണെങ്കിലും സോഷ്യൽ മീഡിയയിലെ പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരുപാട് നിർദ്ദേശങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. യുദ്ധം കെടുതിയാണ്, ദുരന്തമാണ്, വിഷയമാണ്, സാമ്പത്തിക നഷ്ടങ്ങളാണ്, നികത്താനാവാത്ത രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മുൻപത്തെ ട്രംപ് അല്ല ഇപ്പോഴത്തെ ട്രംപ് എന്നുള്ള വലിയൊരു മാറ്റം ഇതിലുണ്ട്. മുമ്പത്തെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബദ്ധശത്രുവായിരിക്കുന്ന രാജ്യങ്ങളിലെ ആദ്യത്തെ ലിസ്റ്റിൽ ഇറാന്റെ പേരാണ്. ഇന്ന് അത്തരമൊരു ശത്രു പക്ഷത്ത് ഇറാനില്ല. ട്രംപിന് വേണ്ടി തന്നെ 2-3 ഘട്ടത്തിൽ ഇറാനുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്നുള്ള, അതിലൊന്ന് പങ്കാളിത്തം വഹിച്ചത് ഇറാഖാണ്, ഒന്ന് ജോർദാൻ പങ്കാളിത്തം വഹിച്ചു എന്ന് പറയുന്നു. അതായത് ഇവരുമായിട്ടൊരു സൗഹൃദത്തിലേക്ക് നീങ്ങുക. യുദ്ധം പരിഹാരമല്ല എന്ന് മാത്രമല്ല, ഇറാനുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് അമേരിക്കക്ക് താല്പര്യമില്ല. അതെവിടെയും വിജയിക്കാത്ത യുദ്ധമാണ് എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആഘാതങ്ങളും വലിയ പ്രയാസങ്ങളും ഭാവിയിൽ അമേരിക്കക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യമെന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ മുഴുവൻ
ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അകൽച്ച രൂക്ഷമാകാനേ ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കക്ക് ഉപകരിക്കൂ എന്നുള്ളൊരു തിരിച്ചറിവർക്ക് ഉണ്ടായിരിക്കുന്നുണ്ട്. കണ്ണും പൂട്ടിയുള്ള ഇസ്രായേലിനുള്ള പിന്തുണ അതത്ര ഗുണമല്ല. ഗുണമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിനനുസരിച്ച് മറ്റുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള ഒരു വിവരവും ട്രംപിന് കൃത്യമായി അറിയാവുന്നതാണ്. ട്രംപിന്റെ അധികാര ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട്. കാരണം ഇദ്ദേഹം അധികാരത്തിലേറുന്നത് ഏറാൻ വേണ്ടിയിട്ട് അറബ് വംശജർ കൂട്ടത്തോടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് വിരാമം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൂട്ടത്തോട് കൂടിയുള്ള വോട്ട് ചെയ്യപ്പെട്ടത്. പിന്നെ അവിടെ പ്രതിപക്ഷമാണെങ്കിലും ജനാധിപത്യ വിശ്വാസികളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ട്രംപിന് അധികാരത്തിലേറ്റുന്നത് ട്രംപിനോടുള്ള പ്രത്യേകമായിരിക്കുന്ന ഒരു താല്പര്യം മൂലമല്ല, പകരം ജോ ബൈഡൻ വന്നാൽ ഈ യുദ്ധം വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് വരുന്ന സമയത്ത് വിരാമ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഈ വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ ആൾ തന്നെയാണ് ട്രംപ്. അപ്പോൾ യുദ്ധവും കെടുതിയും ദുരന്തങ്ങളും എന്ന് പറയുന്ന സമയത്ത് ഇറാന് നേരെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഏത് തരത്തിലാണെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പൊ തന്നെ ഇസ്രായേലിന് നേരെ അക്രമം നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ ഒരുക്കിയിരിക്കുന്നു. ഒരു ഭീഷണിക്കും അവർ വൈകില്ല എന്ന് ഈ അമേരിക്ക കൃത്യമായിട്ട് അറിയാം. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇതിനു മുൻപ് തന്നെ 15-20 വർഷം നീണ്ടുനിന്ന ഉപരോധം അമേരിക്ക ഇറാന് നേരെ ഏർപ്പെടുത്തിയ കാലത്താണ് സൈനികമായും പ്രതിരോധ സംവിധാനത്തിലൊക്കെ ഈ ഇറാന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി ഏത് കാലത്തും യൂറോപ്യന്മാരുടെ അക്രമം തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം? അതിന് സംബന്ധമായ കാര്യത്തിലും വലിയ ആയുധ സംബന്ധമായ കാര്യത്തിലും മുന്നേറ്റം ഉണ്ടാക്കുക അല്ലാതെ തങ്ങളുടെ രാജ്യത്തിന് ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആയുധ നിർമ്മാണ ഫാക്ടറികൾ തന്നെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ഇന്ന് ആണവായുധമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിലും ഇറാന്റെ പേരുണ്ട്. വലിയ 2000-2500 കിലോമീറ്റർ വൈദൂരത്തിൽ പറക്കാൻ പാകത്തിലുള്ള മിസൈൽ നിർമ്മിക്കുന്ന കാര്യത്തിലും ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു പടി മുന്നിലാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവർക്ക് നേരെയുള്ള ഒരു അക്രമം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിൽ ഇറാൻ ഇതിനു മുൻപ് ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഒരു അക്രമം നടത്തിയിരുന്നു. ഹിസ്ബുള്ള ഗ്രൂപ്പാണ് അക്രമം നടത്തിയത്. അതിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം നടന്നതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക ഞെട്ടിപ്പോയ ഒരു സംഭവമാണ്. അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ പരസ്യമായ രീതിയിൽ അക്രമം നടത്തിക്കൊണ്ട് അവിടെ 3 അമേരിക്കൻ സൈനികരെ കൊല്ലപ്പെടുത്തി എന്ന് പറയുന്ന സമയത്ത് അത് ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിന് പ്രത്യാക്രമണം ചെയ്യുന്നില്ല അല്ലെ പ്രതിരോധം ചെയ്യുന്നില്ല എന്നുള്ള പല മീഡിയക്കാരുടെയും പല രാഷ്ട്ര ഭരണാധികാരികളുടെയും ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ പോലും മുട്ടിപ്പോയൊരു സാഹചര്യം അമേരിക്കക്കുണ്ടായി. അവർ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ച് ഉചിതമായ രീതിയിൽ ആക്രമിക്കാം അല്ലെങ്കിൽ പ്രതികരിക്കാം എന്നുള്ളതാണ് അതിന് പറഞ്ഞ മറുപടി. കാര്യം ഈ ഇറാന് നേരെയുള്ള ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മേഖലാ യുദ്ധമായിട്ട് മാറുകയും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മുഴുവനും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. പകരം അവർ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇറാഖിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ആക്രമിച്ചുകൊണ്ട് പ്രത്യാക്രമണം നടത്തിയത്. അപ്പോൾ അവിടെ 2-3 മേഖലാ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് അന്ന് റിപ്പോർട്ടായിട്ട് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളത് ഇറാനാണ്. എന്നാൽ ഇറാന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി അമേരിക്ക ഭയപ്പെട്ടതിന്റെ കാര്യം മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. ഇറാനുമായിട്ട് ഏറ്റുമുട്ടാൻ അവർക്ക് താല്പര്യമില്ല. ഏറ്റുമുട്ടിയാൽ അത് അത്രത്തോളം നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാ കാലത്തും അമേരിക്കക്കുണ്ടാവും എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. 2-3 ഘട്ടങ്ങളിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി യുദ്ധമുഖത്തേക്ക് അമേരിക്ക പടക്കപ്പലുകൾ അയച്ച കാര്യം നമുക്കറിയാം. സൈനിക വിമാനങ്ങളെയും പടക്കപ്പലുകളെയും സൈനികരെയും ആയുധങ്ങളെയും ഈ ഇസ്രായേലിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മെഡിറ്ററേനിയൻ കടലിനും അതിന് ചുറ്റുഭാഗത്തേക്കും അവരിങ്ങനെ തമ്പടിച്ചു നിന്നിരിക്കുന്നു. പക്ഷെ ഒരു അക്രമം പോലും ഇറാന് നേരെ ഉണ്ടായിട്ടില്ല. ലോകം മുഴുവനും പറഞ്ഞ കാര്യം ഇനി ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് കൊണ്ട് ഇറാൻ ആക്രമിക്കുമെന്ന തരത്തിലാണ്. കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രബലമായിരിക്കുന്ന ശക്തി എന്ന് പറയുന്നതും യുദ്ധത്തിന്റെ ഏറ്റവും അകക്കാമ്പ് എന്ന് പറയുന്നതും ഇറാൻ മാത്രമാണ്. അപ്പോൾ ഹൂത്തികളാണെങ്കിലും ഈ ഗസയിലുള്ള ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ഗ്രൂപ്പാണെങ്കിലും ഇറാഖിലെ മിലീഷ്യ വിഭാഗമാണെങ്കിലും ഇവരൊക്കെ സൈനികമായി സഹായിക്കുന്നത് ഇറാനാണ്. അപ്പോൾ 5 രാജ്യങ്ങളെ സൈനികമായി സഹായിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അവരാക്രമിച്ച് ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് തന്നെയായിരുന്നു ആദ്യമൊക്കെ വിലയിരുത്തിയത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയാണ്. അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു, കളം മാറുന്നു,
ഇനി ഒരിക്കലും ഇറാന് മുന്നേറാൻ സാധിക്കാത്തൊരു സാഹചര്യം വരുന്നു. എന്നാൽ ഈ അമേരിക്കയെ സംബന്ധിച്ചുള്ള അവർ കൃത്യമായ രീതിയിൽ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വംശീയപരമായിരിക്കുന്ന യുദ്ധമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതും തങ്ങൾ ലോകത്തിന് മുൻപിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് എന്നൊരു തിരിച്ചറിവ് അമേരിക്ക ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ടുള്ളൊരു യുദ്ധത്തിന് ഇപ്പോഴും അമേരിക്കക്ക് ധൈര്യമില്ലാത്ത എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിന് തയ്യാറാണ്. അതിന്റെ എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കിയിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിന് തയ്യാറല്ല. കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വല്ലാത്ത രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. അപ്പോൾ ട്രംപിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യമായിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ആ അവതരിപ്പിക്കപ്പെട്ടതിൽ ഇന്നത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും ഈ അമേരിക്കയുടെ നിലപാടുകളും അമേരിക്ക ലോകരാജ്യങ്ങൾ ഇപ്പോൾ കാണുന്ന സ്ഥിതികളും അറബ് രാജ്യങ്ങളുമായിട്ട് നിലവിൽ അമേരിക്കയുടെ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അവിടെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക നീങ്ങുകയാണെങ്കിലും നിലവിലുള്ള യുദ്ധം തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാവുക അമേരിക്കക്കാണ്. അപ്പോൾ യുദ്ധവിരാമത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നതിനെക്കുറിച്ചാണ് ഈ മുന്നേറ്റം നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അതിനാണ് മുന്നൊരുക്കം നൽകേണ്ടത് എന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടും ഈ സംവിധാനങ്ങളും എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.